അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചീസ് കേക്ക് ഞാനും ട്രൈ ചെയ്യുകയാണ് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് സെറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പൊടിയരുതെന്നാണ് പറയുന്നത്, പക്ഷെ ഞാനിത് എടുത്ത് ഓൾറെഡി നന്നായിട്ട് പൊടിയെന്ന് തോന്നുന്നു. നോക്കാം എങ്ങനെയാവുമെന്ന്. ഇത് പിന്നെ അത്ര അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടാക്കി നമുക്ക് കൈവച്ചൊക്കെ പൊടിച്ചിടാം. അങ്ങനെ കിടക്കണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഈ ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ ഉണ്ടായിരുന്നില്ലേ, അത് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ സമയമെടുക്കും. മീഷോക്കാരെ പറഞ്ഞാൽ മതി. മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ സമയമെടുത്തു. കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എന്തില്ല, ഫ്രഷ് ക്രീം തീർന്നു പോയി. ഫ്രഷ് ക്രീം വാങ്ങിച്ച് വെച്ചതാണ് ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ മറ്റേ എന്താ പറയുക പുഡിംഗ് ട്രേ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഷ് ക്രീം തീർന്നു പോയി. ഫ്രഷ് ക്രീം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലില്ലാണ്ടായി. കുഞ്ഞിന് കൊടുക്കുന്ന പാലേ ഉള്ളൂ. അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ഇല്ലാതാവും. പിന്നെ ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ പാൽ ഓർഡർ ചെയ്തു. ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിലൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കണം കേട്ടോ. നല്ല മെൽറ്റ് ചെയ്ത ബട്ടർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക. ഇപ്പോൾ ഞാനിവിടെ ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ചൂടോടുകൂടി തന്നെ, ചെറിയ ചൂടുണ്ടേ, ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അമൂലിൻ്റെ ബട്ടറാണേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ചെയ്തിട്ട് ചൂടായതുകൊണ്ടിട്ടാണ് സ്പൂൺ ഉപയോഗിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൈവച്ച് തന്നെ തിരുമ്മി ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല് വാങ്ങിച്ചിട്ട് 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിള വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അത് മിക്സി ജാറിലിട്ട് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്യണേ. അങ്ങനെയാണ് ചീസ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനീർ അങ്ങ് വാങ്ങിച്ചാൽ മതി. നമ്മളുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ പനീർ, അതങ്ങ് വാങ്ങിച്ചാൽ മതി കേട്ടോ. നാട്ടിലൊക്കെ ചൂടൊക്കെ നല്ലതായിട്ടുണ്ടാവില്ലേ? ഇവിടെ ഭയങ്കര ചൂടാണേ. ഇതാണ്ട് ഞാൻ സ്പൂണൊക്കെ മാറ്റിയ സംഭവം വീണ്ടും കൈവച്ച് തുടങ്ങിയിട്ടുണ്ട് കലാപരിപാടി. നമ്മൾ കൈവച്ച് തന്നെ ചെയ്താലേ ഓരോരോ എന്താ പറയുക, എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതാണ് കേട്ടോ. വേണ്ടേ, നമ്മൾ തിരുമ്മി ഒഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ? അപ്പം നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കണം. അതിനായിട്ട് കാണിച്ചു തരാം ഞാൻ. ഇത് ഇത്രയും ഫില്ല് ചെയ്യാനുള്ള വലുപ്പം ഉണ്ടോ എന്നറിയത്തില്ല ബൗളിന്, എന്നാലും മാക്സിമം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കാം. പിന്നെ അതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ പതുക്കെ സെറ്റാക്കാം. ഓക്കെ, ഇത് ഞാൻ മൊത്തം അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ, എന്തായാലും കളയണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇതാ ഞാനൊരു കറി ബോൾ എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഒന്ന് അമക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെവലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പനീർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത്രയും സമയം നമുക്ക് എടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പനീർ വാങ്ങിച്ചിട്ട് കുറച്ച് പനീർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്, ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ്. മിക്സി ജാറിൽ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുക, അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി നമ്മളുടെ ഫ്രഷ് ക്രീമാണ്, അതും കുറച്ച് ചേർക്കാം കേട്ടോ. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കണക്കാക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇത് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, ചെറിയ പാക്കറ്റായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യത്തിന്. മിൽക്ക് മെയ്ഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ പിന്നെ അതിന് കൂടുതൽ ചേർത്തോളാം. ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് നമ്മുടെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ടൈറ്റാന്ന് തോന്നുന്നു. സ്പൂൺ വെച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കട്ടിക്കാമേ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ പനീർ എടുത്തുകൊണ്ടായിരിക്കും ഒരു വർഷം നല്ല കട്ടിയാണ്. വേണമെങ്കിൽ ഇത് പാലൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കാം കേട്ടോ, വേണമെങ്കിൽ. ഇല്ലേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെറ്റാകാനൊക്കെ വളരെ ഫാസ്റ്റായിരിക്കും ഇങ്ങനെ കട്ടിക്കിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ചീസ് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അവിടെ നിന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ചീസ് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലിട്ട് വെക്കാം കേട്ടോ. ഇനി ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സിറപ്പൂടെ ഉണ്ടാക്കണം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് ഇല്ലാത്ത കാരണം എന്താ ഞാൻ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഞാൻ. അപ്പോൾ അതാ കൊക്കോ പൗഡറും നമ്മുടെ കോൺഫ്ലവറും ഫ്രഷ് ക്രീമും പഞ്ചസാര എല്ലാം കൂടെ ഈ സ്റ്റേജിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിക്കുക. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റ് അത് കൂടെ നമ്മൾ സിറപ്പൊക്കെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണ്. വൈകുന്നേരം ഉണ്ടാക്കി വെക്കുക. നാളെ രാവിലെ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ട്. നാളെ ഞാൻ രാവിലെ എടുത്ത് കാണിക്കാം ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളതും ടേസ്റ്റ് ഞാൻ നാളെ രാവിലെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചീസ് കേക്കൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ വൈറ്റ് ഷെയ്ഡ് കാണുന്നില്ലേ, അത് ബട്ടറാണേ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അല്പം പാടായിരുന്നു, കാരണം വെച്ചാൽ നല്ല തണുപ്പത്തിലിരിക്കുക. ഫ്രീസറിലല്ല ഞാൻ വെച്ചിരുന്നത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെച്ചിരുന്നത്. പിന്നീട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ ഈ ബിസ്ക്കറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ബട്ടറിൻ്റെ കൂടെ അല്പം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് വെച്ചൊക്കെ എടുക്കാൻ നോക്കിയിട്ടെങ്കിലും ഭയങ്കര ടൈറ്റായിരുന്നു, അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കത്തി വെച്ചാണ് കട്ട് ചെയ്തത്. പക്ഷേ കട്ട് ചെയ്തെങ്കിലും അടിയിലത്തെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുമായിരുന്നേ. ബട്ടർ മാത്രം പോറ്റ് ചെയ്ത് ചേർത്തുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ, കുറച്ച് പാലൊന്ന് കുഴയാൻ പാകത്തിന്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ കുഞ്ഞു മോൾ വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. തണുപ്പിച്ച് എന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നു. ഓക്കെ.